ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ബിഗ് ബോസ് മലയാളം സീസൺ 7 1 വീക്ക് ഇതാ പിന്നിടുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ള ലൈവ് കണ്ടവർ, എപ്പിസോഡുകൾ കാണുന്നവർ, ക്ലിപ്സുകൾ കാണുന്നവർ, സോഷ്യൽ മീഡിയയിൽ ഇതിനകത്തുള്ള ചലനങ്ങളൊക്കെ അറിയുന്നവർ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ചെയ്യുക. എങ്ങനെ തോന്നി ഈ ഒരു സീസൺ? ഇപ്പോൾ ഒരു സീസണിൻ്റെയും ഒരു 1 വീക്ക് പിന്നിടുമ്പോഴേക്കും നമുക്കൊരിക്കലും ഇവാലുവേറ്റ് ചെയ്തിട്ട് അല്ല കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ആരും റിയൽ ആയിട്ട് വരാൻ ഇനി ഒരുപാട് സമയം എടുക്കും. മേ ബി ഒരു 20 ഡേയ്സ് എങ്കിലും കുറഞ്ഞതെടുക്കും, അതിൽ കൂടുതലെടുക്കും. അപ്പോൾ ഇത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഭയങ്കര ആസ്വാദികരമായിട്ട് തോന്നിയോ, അതോ ബോറായിട്ട് തോന്നിയോ? ഞാൻ വേറെ ഒന്നും കൊണ്ട് ചോദിക്കുന്നതല്ല. ഇപ്പോൾ ഒരു ഗെയിം ഷോ ആണ്, അത് സ്റ്റാർട്ടിങ്ങിന് പതുക്കെ വരുള്ളൂ. എനിക്ക് തോന്നിയത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. മുൻകാല സീസണുകളിൽ ചില കണ്ടസ്റ്റൻസുകൾ ചെയ്ത കാര്യങ്ങൾ ചിലർ ഈ സീസണിൽ വന്നിട്ട് മാസായിട്ടും ക്ലാസ്സായിട്ടും ബഡാ മാസമായിട്ടൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നത് പോലെയും പല തരത്തിലുള്ള കാർഡുകൾ ഇറക്കിയൊക്കെ ഉള്ള കളിയായിട്ട് ഈ സീസണിനെ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. സീരിയസ്ലി തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നി എന്നുള്ള കാര്യം നിങ്ങൾ ദയവായി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നൊരു എവിക്ഷൻ ഉണ്ടെന്ന് പറയുന്നു, എവിക്ഷൻ ഇല്ല എന്ന് പറയുന്നു, വൈൽഡ് കാർഡ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരാൾ പുറത്തായി എന്നാണ് ഞാനും അറിയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അത് അറിയുന്നത് നിങ്ങൾ എന്തായാലും എപ്പിസോഡ് വരുന്ന സമയത്ത് ഇത് മനസ്സിലാവും, ഇന്നാണോ നാളെയാണോ പോകുന്നുള്ള കാര്യം. അപ്പോൾ ഒരു വ്യക്തി നമുക്ക് കുറച്ചധികം ആൾക്കാർ ഇപ്പോഴും സൈലൻ്റ് ആയിട്ട് ബിഗ് ബോസ് ഗെയിമിൻ്റെ അകത്തേക്ക് വരാത്ത ആൾക്കാർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എനിക്കും അറിയാം. ലൈവുകൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം ഗ്യാപ്പിലേക്ക് കണ്ടിട്ടുള്ളതായിരുന്നു, ഇടയ്ക്ക് കാണുമായിരുന്നു. അതുപോലെ തന്നെ എപ്പിസോഡ് കഴിഞ്ഞ 2 ദിവസമായിട്ട് എപ്പിസോഡ് കാണാൻ തന്നെ ഒരു ഇത് തോന്നിയിട്ടില്ല. കാരണം അവിടെ എന്ത് കാര്യവും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടി ഉണ്ടാക്കണം, വഴക്കുണ്ടാക്കിയാൽ മാത്രമേ ഒരു കോണ്ടന്റ് പുറത്ത് വരുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടോട് മൈൻഡ് ഗെയിം എന്നുള്ള സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല. ഇനി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം രേണുസുതി മറ്റേ ടാസ്കിൻ്റെ ഇടയിൽ രേണുസുതിക്ക് മറ്റേ ക്ലോസറ്റ് പരാമർശം അത് ഇന്നത്തെ ചർച്ചയായി വരുന്നുണ്ട്. ലാലേട്ടൻ്റെ പ്രൊമോയിൽ കാണുന്നുണ്ട്. എന്നാൽ അറിയുന്നത് രേണുസുതിക്കിട്ടാണ് ലാലേട്ടൻ കൊടുക്കുന്നതെന്നുള്ള കാര്യമാണ്. കാരണം ഈ ഒരു ബിബിക്കകത്ത് തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ലാലേട്ടൻ ഈ ഒരു സീസണിൻ്റെ ഇതുവരെ വന്ന പ്രൊമോകളിൽ കൊടുത്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിവിടെ കാർഡ് ഇറക്കാൻ പറ്റത്തില്ല. കാർഡ് നമ്മൾ പലതരത്തിലുള്ള കാർഡുകൾ രേണുസുതി ഈ സമയത്ത് തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ഇറക്കി. സ്വാഭാവികമായിട്ട് അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അതല്ല എങ്കിൽ അവർക്ക് കളിക്കാനും പറ്റത്തില്ല. ബിക്കോസ് ഇപ്പം ഒരുപാട് ട്രോളുകളും മീമുകളായിട്ട് ഇന്നത്തെ ദിവസം പലയിടത്തും കണ്ടിട്ടുള്ള കാര്യമാണ്. വിധവകളുടെ ഇതും അതുപോലെ തന്നെ മറ്റുള്ള വേദനകളൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുതി പറയുന്നത്. രേണുസുതിയെ ആ പരാമർശം ആ പുള്ളിക്കാരൻ നടത്തിയത് അത്രമേൽ മോശമായ കാര്യം. അതിനുശേഷം അയാൾ വന്നിട്ട് അക്ബർ വന്നിട്ട് മറ്റേ ബിഗ് ബോസിൻ്റെ കൂടെ ക്യാമറയിലൊക്കെ ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം രേണുസുതിയോട് പോയിട്ട് സംസാരിച്ചിട്ട് വീണ്ടും അതിനെക്കാട്ടിലും പരുഷമായ രീതിയിലേക്കൊക്കെ പറഞ്ഞ് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആവുന്ന ഒരു കാര്യം കണ്ടു. അക്ബറിൻ്റെ ഒരു പ്രശ്നമാണ് ആ അക്ബർ ഈ സംസാരിച്ച കാര്യങ്ങളാണ് അങ്ങേയറ്റം മോശമാണ്. അത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അത്രയും ചർച്ചയായിട്ടുള്ള കാര്യം കൂടെയാണ്. അത് ചോദിക്കുക തന്നെ വേണം, അത് ചോദിക്കുകയും താക്കീത് നൽകുകയും വേണം. എന്നാൽ രേണുസുതി അതിനുശേഷം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുടെ അകത്തെങ്കിലും വിധവ എന്നുള്ളതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിധവയായതുകൊണ്ട് വിധവയായിക്കോട്ടെ, ഡിവോഴ്സി ആയിക്കോട്ടെ, മറ്റുള്ള എന്ത് തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ബി ഹൗസിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്യുവർ ഗെയിമാണ്. ആ ഗെയിമിൻ്റെ അകത്ത് ഇപ്പം അവർ ആ ഒരു ഗെയിമിൻ്റെ ടാസ്കിൻ്റെ ഇടയിൽ പോലും അവർ അപമാനിച്ചൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്യുമ്പോഴും അവർ ഇന്ന സംഭവങ്ങളിലാണ് വന്നേക്കുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് അവർ അതിലെന്തെങ്കിലും തരത്തിൽ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ അകത്ത് നിന്ന് പൊതുജനത്തിനോ സമൂഹത്തിനോ ഒക്കെ മാതൃകയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. ഇനിയൊരു കാര്യം കൂടെ പറയാം. ഇപ്പം നിലവിൽ രേണുസുതി ഭയങ്കര ചർച്ചാ വിഷയം തന്നെയാണ്. ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ ഭയങ്കര ചർച്ചാ വിഷയമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ചർച്ചാ വിഷയം ആയതുകൊണ്ട് തന്നെ രേണുസുതിക്ക് വലിയൊരു ഒരു അവസരമാണ് ഇത്. ഈ കിട്ടിയേക്കുന്ന അവസരത്തിൻ്റെ അകത്ത് പരമാവധി അവർ കൂടുതൽ ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ ആൾക്കാർക്ക് അവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു 1 വീക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് രേണുസുതി എന്താണെന്നോ അല്ലെങ്കിൽ അനീഷ് എന്താണെന്നൊന്നും അറിയത്തില്ല. അനീഷിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നിൽക്കുന്നതിനകത്ത് അല്പമെങ്കിലും കൂടുതൽ ഫേക്കായിട്ടുള്ള വ്യക്തി അനീഷാണ്. എന്നാൽ അനീഷിൻ്റെ മാനറിസം ഇപ്പോൾ കണ്ട ലെവലിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അനീഷ് കുറച്ച് കൂടുതൽ ദിവസം പോകും. മേ ബി അതൊരു 100 ഡേയ്സ് വരെയൊക്കെ അനീഷ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എല്ലാവരെയും അയാളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ നിമിഷം വരെ. മൈൻഡ് ഗെയിമും കൂടെ അയാൾ കളിച്ച് തന്നെയാണ് പോകുന്നത്. ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ എന്ന് വെച്ചാൽ എന്താണ് ഇറിറ്റേറ്റ്. ഇപ്പം പലർക്കും ഈ ബിഗ് ബോസ് എന്നുള്ള ഗെയിമിനെ കുറിച്ച് ഒരു ധാരണ കുറവുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ബിഗ് ബോസ് എന്നുള്ളൊരു സംഭവത്തിനെ കുറിച്ച് ആരും ചിന്തിക്കാതെ ബിഗ് ബോസ് കാണുന്നവരുണ്ടാവും. ബിഗ് ബോസ് എന്നുള്ളൊരു കാര്യം അടി പിടി വഴക്ക് ബഹളം എന്നുള്ളതല്ല. അവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം വരുന്ന ആൾക്കാരിൽ ഓരോ വീക്കിലും എവിക്ഷൻ നടക്കും. അതുപോലെ തന്നെ മറ്റ് വൈൽഡ് കാർഡ് എൻട്രീസ് വരും. മറ്റുള്ള പലതരത്തിൽ ഔട്ട്സൈഡിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നും ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ പുറത്താക്കിയും മാനസിക സമ്മർദ്ദത്തിൻ്റെ മുൾമുനയെ നിർത്തിക്കൊണ്ടും നിൽക്കുന്ന സമയത്ത് അവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, താൻ മാത്രം നിലനിൽക്കുക, ബാക്കിയുള്ളവരെ പുറത്താക്കുക. താൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് പരിപാടിയും ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കാണിക്കാം. അതിനകത്ത് പരദൂഷണമാവാം, മാനിപ്പുലേഷൻ ആവാം, അതിനകത്ത് ടാസ്കുകളുടെ ഇടയിൽ കള്ളത്തരങ്ങളും മറ്റുള്ള പരിപാടികളൊക്കെ ആവാം. കാരണം ഇവിടെ ഒരു തരത്തിലും ജെന്യൂൻ ആയിട്ടുള്ള പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് എന്നുള്ള സാധനം. ഒരു നന്മ ഷോ അല്ല ബിഗ് ബോസ് എന്നുള്ള സാധനം. സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒരു മനുഷ്യനെ സർവൈവ് ചെയ്യാനുള്ള ഏത് വഴികളും ഏതറ്റം വരെയും പോയി കളിക്കാം. പിന്നെ
നമ്മളൊരു ഗെയിം ഷോയാണ്, അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമും വലിയ ഓഡിയൻസിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് മലയാള ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, തമിഴും മലയാളവും ഒക്കെ. മറ്റ് ഹിന്ദി ആയിക്കോട്ടെ, അതൊന്നും അങ്ങനെയൊന്നുമല്ല. അവർക്ക് എന്തും കാണിക്കാം. പിന്നെ വിദേശത്തിലെ ബിഗ് ബോസ് ഒക്കെ ഉണ്ട്, അവിടെ എന്തുമേ കാണിക്കാം, അതൊക്കെ വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ഇപ്പം നിലവിൽ 1 വീക്ക് കടന്നു പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ഗെയിമർ എന്നുള്ള ലെവലിലേക്ക് ഒരു ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പേര് മാത്രമാണ് അനീഷ്. പിന്നെ ഞാൻ നോക്കിയെടുത്തോളം മാനിപ്പുലേറ്റിംഗ് ആൻഡ് മൈൻഡ് ഗെയിം സെറ്റപ്പിൻ്റെ അകത്ത് എവിടെ കൂടെയെങ്കിലുമൊക്കെ, കാരണം ഏത് വഴിക്കും എന്ത് തരത്തിലാണെങ്കിലും, ഒരു കുലപുരുഷൻ്റെ സെറ്റപ്പിലാണെങ്കിലും മാനിപ്പുലേറ്ററിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് പ്ലെയർ എന്നുള്ള ലെവലിലാണെങ്കിലും, ഇനി താനൊരു ഹീറോ ആയിട്ട് മാറും എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള ഒരു സംഭവത്തിൻ്റെ അകത്തേക്കൊക്കെ ഒരു മുൻകൂട്ടി ഒരു സംഭവം തന്നു നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷാനവാസ് ഷാനുവാണ്. ഷാനവാസ് ഷാനുവിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോഴും പുറത്തൊന്നും വന്നിട്ടൊന്നുമില്ല. പുള്ളിക്കാരൻ ശരിക്കും നല്ലൊരു മാനിപ്പുലേറ്ററും അതുപോലെ തന്നെ ഒരു ഇതൊക്കെ തന്നെയാണ് പുള്ളിയുടെ ഗെയിം, ഒന്നും പറയാതിരിക്കാനൊന്നും നിവർത്തിയില്ല. പിന്നെ എടുത്തു പറയാനുള്ളത് അപ്പാനി ശരത്തിൻ്റെ ഗെയിം സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഒരു അദ്ദേഹത്തിൻ്റെ ഗെയിം സീസൺ 4 ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ആ ഗെയിമിനെ അതുപോലെ അനുവർത്തിക്കുന്നത്, അത് അനീഷിൻ്റെതായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത്ത് വേറെ ആരുമില്ല, റോബിൻ്റെ കളി തന്നെ എടുത്ത് കളിക്കുന്നത്. റോബിൻ ഇപ്പം അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നടക്കുന്നു. സീസൺ 4 അകത്ത് റോബിൻ കളിച്ച കളിയാണ്. കാരണം പുള്ളിക്കാരൻ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോഴേക്കും മറ്റവന്മാർ പൊട്ടിക്കിടന്ന് വെള്ളം വയ്ക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ അപ്പാനി ശരത്ത്, ഞാൻ പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടു, ഞാൻ ഉണ്ടെങ്കിൽ എൻ്റെ ഇത് കേൾക്കുകയാണെങ്കിൽ അവരെല്ലാവരും നിന്നെ പുറത്താക്കി ഈ ആഴ്ച നിർത്തത്തില്ല. ഇത് റോബിൻ എന്ന് പറഞ്ഞത്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ റോബിൻ്റെ റെഫറൻസ് വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുള്ള കളി നടക്കുന്നത്. അത് കാണുമ്പോഴാണ് പറയുന്നത് ഓരോ സീസണുകളിലും അവരവർ വ്യക്തിപരമായിട്ട് കളിച്ച കളികൾ ഈ സീസണിൽ വന്നിട്ടും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കത്തില്ലേ. അതുപോലെ തന്നെ രേണുസുതി ആണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടു. അത് ചിലപ്പോൾ ആത്മകഥ പോലെ പറയുന്ന കാര്യം, അത് ചെയ്തതാരാ? സീസൺ 2 ഡോക്ടർ രജിത് കുമാർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പലരും ഇതിനു മുമ്പ് പഴകി പരിചരിച്ച കളികൾ വീണ്ടും വന്ന് ആവർത്തിച്ച് കളിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മടുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ലാലേട്ടൻ വരുന്ന ഇന്നും നാളെയൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാനുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ, ലാലേട്ടൻ്റെ ഫയർ, കുറേ സംഭവങ്ങൾ, പിന്നെ പണി കിട്ടുന്ന സീസണാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഉൾട്ടയായിട്ടായിരിക്കും കാര്യങ്ങൾ പോവുക. സ്വാഭാവികമായിട്ടും ഈ കാർഡുകൾ ഇറക്കി രേണുവിനെതിരെ ചോദ്യങ്ങൾ വരും എന്നുള്ള സംശയമൊന്നുമില്ല. കാർഡിറക്കി കളിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നൊരു കാര്യമൊന്നുമല്ല. കാർഡിറക്കി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർ എന്നുള്ളൊരു ഇൻഡിവിജ്വൽ, അവരെന്നുള്ള വ്യക്തിത്വത്തിനെ നിലനിർത്തിക്കൊണ്ട് ആ വ്യക്തിത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് കളിക്കണം. അതല്ലാതെ ഞാൻ ഇന്ന സംഭവമാണ്, ഇപ്പം എനിക്കൊരു അസുഖമുള്ള ഒരാളാണ്, അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് ഞാനൊരു അസുഖമുള്ള ആളാണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവർക്ക് അറിയാം അവർ അസുഖമുള്ളതാണ്. എന്നാലും എന്താണ് ഒരു സർവൈവർ ഷോയിലേക്ക് വന്നതാണ്, അവിടെ ആ ഒരു പേരെടുത്ത് വെച്ചിട്ട് കാർഡ് ഇറക്കി വെച്ചാൽ ആര് കളിച്ചാലും അത് തെറ്റാണ്. അത് ഗെയിമിൻ്റെ ഒരു പരിപാടിക്ക് തന്നെ എതിരായിട്ടുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം, രേണുസുതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യം, പുള്ളിക്കാരത്തി പുറത്തുനിന്ന് പോയപ്പോഴേ അവർ മറ്റേ ഈ വീക്കെൻഡിൽ വന്നതിൻ്റെ നോമിനെ എനിക്ക് വോട്ട് ചെയ്യണമെന്നത്. ഇതുപോലത്തെ ഒരു ഭൂലോക മണ്ടത്തരം വേറെ ആരും ചെയ്യൂ. അപ്പോൾ ആ മണ്ടത്തരം ചെയ്യുന്നവരുടെ ആ ഒരു ലെവൽ മനസ്സിലാക്കാൻ അവർക്ക് അത്രയ്ക്കേ ഉള്ളൂ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഗ്രാഹ്യം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പരമാവധി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വേട്ടയും മറ്റുള്ള കാര്യങ്ങളും അത്യാവശ്യം എല്ലാം കൊണ്ട് നിൽക്കുകയാണ്. അവിടുത്തെ ഗെയിം നമുക്ക് നോക്കാം, അവർ ഗെയിം കളിക്കുകയോ കളിക്കാതിരിക്കുകയോ എന്നുള്ള കാര്യം നോക്കാം. എന്തായിരുന്നാലും അവർക്ക് പ്രത്യേകിച്ച് ഗെയിമോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഉറപ്പാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഈ രേണുസുതിയുടെ പുറത്ത് തലയിൽ കയറാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ആ സാധ്യത മുതലെടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടാണെങ്കിലും അവർക്കെതിരെ ഉണ്ടാകുന്ന ഹെയ്റ്റ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കിടയിൽ ഹെയ്റ്റ് ആവുമെന്ന് വിചാരിക്കുമെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ അവർക്ക് സപ്പോർട്ട് തന്നെ ആവും. അതിന് പറയുമ്പോഴേക്കും PR ആണ്, മറ്റാണ്, മറിച്ചാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഒരു വ്യക്തിയുടെ നല്ല ഗുണങ്ങളും മോശം ഗുണങ്ങളും ഒക്കെ സംസാരിച്ച് പോകുന്നതിനാണ് ബിഗ് ബോസും ആ ഷോയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന പരാമർശങ്ങളും. അതിനകത്ത് ചില സമയങ്ങളിലെങ്കിലും ഓവറായി പോകുമ്പോൾ എന്ത് കാര്യമാണെങ്കിലും ആരാണെങ്കിലും ചിലപ്പോൾ നമ്മളത് പറഞ്ഞു പോകും. അതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഈ അപ്പാനി ശരത്തിൻ്റെ കാര്യം, അപ്പാനി ശരത്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവറാണ്. അപ്പാനി ശരത്ത്, അഭിലാഷ് ഇവരൊക്കെ ആണെങ്കിൽ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നവരെ പോലെയാണ് തോന്നിയത്. പിന്നെ നമ്മുടെ അനുമോൾ ശരിക്കും ഒരു ഡ്രാമ ലെവലിലേക്കാണ് എന്ന് വെച്ചാൽ അവർ നല്ലൊരു അഭിനേത്രിയാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു അഭിനയത്തിൻ്റെ ഒരു ഇതൊക്കെ പോലെയൊക്കെ തോന്നിപ്പോയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. പിന്നെ ആദില നൂറയൊക്കെ അവിടെ നിൽക്കുന്നത് അവരെ കൊണ്ട് ഒരുപാട് കളികൾ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും, കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും, പലതും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, മാനിപ്പുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ ഒരു സംഭവം ഒന്നും കാണാനില്ല. ശാരിക രണ്ട് ശാരികമാർ, ഇപ്പം ശാരിക ആങ്കർ ആണെങ്കിലും കലാഭവൻ ശാരിക ആണെങ്കിലും അത്രയും വലിയൊരു പ്രഗത്ഭമായിട്ടുള്ള സംഭവം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. റണ ഫാത്തിമ പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒനിയിൽ
പുള്ളിക്കാരൻ്റെ ഒരു സംഭവം ഓക്കെ പറഞ്ഞില്ലേ, ഇവരെല്ലാവരും പലരും മറ്റുള്ളവരെ പഠിച്ചുകൊണ്ട് നിൽക്കുക ആയിരിക്കാം ഗിസയിൽ പഠിച്ചുകൊണ്ട്. ഗിസയിലൊക്കെ എന്ന് വെച്ചാൽ നല്ല വ്യക്തിത്വമുണ്ട്, അതുപോലെ തന്നെ പറയേണ്ടതും പറയേണ്ട സ്ഥലത്ത് ഒക്കെ പറയും. അവരെ പെട്ടെന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പോയവർക്കെല്ലാം പണി കിട്ടിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നെവിൻ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻറ്റ് ഒരു എൻ്റർടൈനറൊക്കെയാണ്. ആൾ ശരിക്കും കുറച്ച് നാൾ കൂടെ നിൽക്കാനുള്ള സാധ്യതയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ രഞ്ജിത്ത് മുൻഷി അറിഞ്ഞിടത്തോളൊക്കെ പുള്ളിയാണ് ഇന്ന് പുറത്തൊക്കെ പോകണമെന്നാണ് അറിയുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ അതറിയാം. പിന്നെ ആര്യൻ്റെ ഒരു ഒരു പ്രസൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. സോ എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഴ്ച, ഈ ഒരു ഫസ്റ്റ് വീക്ക് എന്നുള്ള സംഭവം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഒരു ഹണിമൂൺ പീരീഡ് തന്നെയാണ്. ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഇവാലുവേറ്റ് ചെയ്ത് ഇന്ന ആൾ നല്ല ഗെയിമറാണ്, ഇന്ന ആൾ മോശം ഗെയിമറാണ് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഓൾ ടുഗെദർ ഇതുവരെ ഉണ്ടായിരുന്ന സീസണുകളെ കമ്പാരിറ്റീവ്, ഇവർ പോയിന്റ് അന്ന് രാത്രി അടി ഉണ്ടാക്കിയ ടീംസാണ്. കമ്പാരിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായ സീസണിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഒരു 7 ഡേയ്സിൻ്റെ അകത്ത് ഒരു ചെറിയ രീതിയിലെങ്കിലും ആൾക്കാർ അത്രത്തോളം എൻഗേജ്ഡ് ആക്കാത്തൊരു ഇതുപോലെ തോന്നി. അതിനെക്കാട്ടിലും ചിലപ്പം പറ്റിയേനെ മേ ബി ലാലേട്ടൻ വന്ന് പോയതിന് ശേഷം അത് ചിലപ്പോൾ ശരിയായേനെ. ആൾക്കാർക്ക് ഇപ്പോൾ എന്തായാലും ഇത്രയും കാലത്തെ ബി കണ്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ആൾക്കാർക്ക് അറിയാം ആരൊക്കെ അഭിനയിക്കും, ആരൊക്കെ ഇത് ചെയ്യും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നല്ലൊരു മൈൻഡ് ഗെയിമർ വേണം. നല്ലൊരു മൈൻഡ് ഗെയിമറാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആവേണ്ടത്. മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ പല തരത്തിലാവാം. അവർ ചിലപ്പോൾ ഷൗട്ട് ചെയ്യും, അരഗൻസ് കാണിക്കും, മറ്റുള്ള പല ആറ്റിറ്റ്യൂഡ് കാണിക്കും, ഇതൊക്കെ കാണിക്കും. ഇതെല്ലാം കാണിച്ചിട്ടാണെങ്കിലും അവർ ഈ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റ് ചെയ്യുന്ന ആൾ ആ ഇരയെ കറക്റ്റായിട്ട് അവർ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. അത് ആ ടാസ്കുകളുടെ ഇടയിലായിക്കോട്ടെ, അല്ലാതെ മറ്റുള്ളവരുമായിട്ടുള്ള സംസർഗത്തിൻ്റെ ഇടയിലായിക്കോട്ടെ, ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്യുന്നതിലായിക്കോട്ടെ, ഗ്രൂപ്പായിട്ട് നിന്ന് ഇപ്പോൾ ഗ്രൂപ്പ് നോക്കി നോക്കൂ. അവിടെ ഗ്രൂപ്പ് ഭയങ്കര വലിയൊരു ഗ്രൂപ്പായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ ഗ്രൂപ്പുകളുടെ ഇടയിൽ നിന്നൊക്കെ ആൾക്കാരെ ഭിന്നിപ്പിച്ച് തൻ്റെ സൈഡിലേക്ക് ആക്കാനും അവർക്ക് എഗെയിൻസ്റ്റ് ആക്കാനൊക്കെ ഉള്ള കഴിവും കപ്പാസിറ്റിയൊക്കെ വേണം. അതാണ് കളി. ആ തരത്തിൽ വേണം കളി. ഒരു ചെസ് കളി പോലെ ഓരോ കളികളിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കിക്കൊണ്ടിരിക്കണം. അവിടെ ഈ വ്യക്തി കാരണം അതിനകത്തുള്ള പല പ്രശ്നങ്ങളും അയാൾ തന്നെയായിരിക്കും മൂല കാരണം എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അനീഷാണ് എല്ലാത്തിൻ്റെ ഒരു മൂല കാരണമായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അപ്പാനി ശരത്തൊക്കെ നിരന്തരമായിട്ട് നിന്നെ ഞാൻ പുറത്താക്കാം. അപ്പം അയാൾ ഒരു ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അയാൾ ടാർഗറ്റ് ആവുന്നു, മനഃപൂർവ്വം ടാർഗറ്റ് ആക്കി മാറ്റുകയാണ് അനീഷ്. ആ ടാർഗറ്റ് ആക്കിയതിൻ്റെ ഒരു സംഭവം പിന്നെ അയാൾ മറ്റുള്ള നമ്മുടെ രതീഷിനെ പോലെ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനീഷിന് കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ്. അയാൾ വെറുപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴത്തെ വെറുപ്പിക്കലാണ്, അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോയതിന് ശേഷം ആ വെറുപ്പിയിൽ മാറിയിട്ട് അയാൾ ഗെയിമിലേക്ക് വരുമെന്ന് തോന്നുന്നത്. കുറച്ചധികം സെൻറ്റിയൊക്കെ അയാളുടെ സൈഡിൽ നിന്നൊക്കെ വരാനുള്ള സാധ്യത എനിക്ക് നല്ല ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ കണ്ടെന്ന് പറയണം. അപ്പാനി ശരത്തൊക്കെ ഇച്ചിരി ഓവറാണെന്ന് പറയാതിരിക്കുന്ന നിർത്തില്ല. ആൾ പറയണ എല്ലാം മാസ് ബീജിയമായിട്ട് പുറത്ത് വരാൻ വേണ്ടിയിട്ട് പറയുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നത് ചില വർത്തമാനങ്ങളും രീതികളൊക്കെ. പിന്നെ കുറേ അധികം ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ന ആൾക്കാർ നിങ്ങൾ രേണുവിനെ പറഞ്ഞത് മാത്രമേ കണ്ടുള്ളൂ, ആദിലെന്ന് പറയും അവരുടെ സംഭവം അവരൊക്കെ എന്തോ പറഞ്ഞു എന്ന്. സത്യം പറഞ്ഞാൽ എപ്പിസോഡ് കണ്ടിട്ടില്ല, എപ്പിസോഡ് കാണാൻ താല്പര്യം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ക്ലിപ്പുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചില നമ്മുടെ റിവ്യൂസ് നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മൊത്തത്തിൽ ഇത് കാണുമ്പോൾ ലൈവ് കാണാനുള്ള സമയം നമുക്ക് പറ്റത്തില്ല. അത് അത്രത്തോളം ഇത് കണ്ടുകൊണ്ടിരിക്കാൻ അതിനുള്ള കോണ്ടന്റുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. സോ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്ക് ഇതിനകത്ത് നല്ലൊരു ബെറ്റർ പ്ലെയർ ആയിട്ടൊക്കെ തോന്നിയത് ആരാണ് എന്നുള്ളതും കൂടെയൊക്കെ തീർച്ചയായിട്ടും പറയുക. നല്ല കണ്ടസ്റ്റൻറ്റിനെ ഗെയിം കളിക്കുന്ന ആരോ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അത് ആരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക. അത് ആരാണ് താഴെ കമൻറ്റ് ബോക്സിലും കൂടി രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കാണുക ഗൈസ്. ബൈ.